ഹലോ, നമുക്കൊന്ന് കൊണ്ടോട്ടി ഫെസ്റ്റിന് പോയാലോ? പെട്ടെന്ന് തോന്നി അപ്പട് പോവാന്ന് പറഞ്ഞ് അങ്ങനെ ഉണ്ടായ ഒരു ട്രിപ്പാട്ടോ. ട്രിപ്പ് എന്നൊന്നും പറയത്തില്ല, ഒരിത്. അപ്പോൾ വഴിയിൽ അച്ഛൻ സച്ചും നിൽക്കണ്ടേനി. അപ്പോൾ അയറ്റിലേയും കൂടിയും കയറ്റി ഞങ്ങൾ ബസ്സിലാട്ടോ പോണത്. വണ്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ബസ് ശരണം. അങ്ങനെ നമ്മൾ കൊണ്ടോട്ടി എത്തി. ഒരു അപ്പേക്ക് 8 ആവാനായിട്ടുണ്ട് എത്തിയപ്പോൾ. അപ്പോൾ ഞങ്ങൾ അതിൽ കയറാനുള്ള എക്സൈറ്റ്മെൻറ്റിലാണ് ഗൈസ്. പക്ഷെ ഞങ്ങൾ എല്ലാത്തിലൊന്നും കയറിയില്ല കേട്ടോ. ആകെ തോണിയിലും പിന്നെ സച്ചും കുഞ്ഞും വേറെന്തൊരു ഇങ്ങനെ പായണൊരു സംഭവം അതിലോട്ട് കയറിയത്. അപ്പോൾ നമ്മൾ തോണിയിൽ കയറാനുള്ള ഇതിലാണ്. ആർക്കും പേടിയില്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ എൻ്റെ അമ്മോ, ഞാൻ പറയാം അതിൽ കയറരുതെന്ന്. അത്രയ്ക്കും പേടിക്കും നമ്മൾ. പേടിക്കല്ല, ഞങ്ങൾക്കല്ല പേടിയായി. ഞങ്ങൾ പിന്നെ അതിൽ വീഡിയോ ഒന്നും എടുത്തില്ല. ഫോണെങ്ങാനും താഴ്ത്തി വീണാലോ. പിന്നെ അതുകൊണ്ട് അവിടെ നിന്ന് വീഡിയോ ഒന്നും എടുത്തില്ല. ഇറങ്ങി കഴിഞ്ഞപ്പോഴുള്ള എല്ലാവരും എക്സ്പ്രഷനാണ്. സിൻചേച്ചിയൊക്കെ കരഞ്ഞൊരു വകയായിട്ടുണ്ട്. അത്രയും അടിപൊളിയായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആണ്. പക്ഷെ നല്ല പേടിയാവും ചെയ്യും. പിന്നെ ഇതിലാട്ടോ സച്ചൊക്കെ കയറിയത്. ഓൾക്ക് തോണി കയറാൻ പേടി. ചെറുതല്ലേ, പിന്നെ അതിൽ കയറ്റാനുള്ള ധൈര്യമില്ലേന്നു. അപ്പോൾ ഞങ്ങൾ ഓലെ അതിൽ വിട്ട്. ഇതിങ്ങനെ പോവുക, അമ്മയെ കാണുമ്പോൾ തന്നെ എനിക്ക് അയ്യോ. പിന്നെ ഞങ്ങൾ ഒന്നിലും കയറിയിട്ടൊന്നുമില്ല. പിന്നെ ഞങ്ങൾ ഭയങ്കര അവിടെ ഫുള്ള് എക്സ്പ്ലോർ ചെയ്യാൻ നടന്നിട്ടു. ഇവിടെ ഒരുപാട് സംഭവങ്ങളുണ്ടായിരുന്നു കാണാൻ. ഫ്ലവർ ഷോ ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഒക്കെ വീഡിയോ എടുത്തില്ല. അത് കാണുന്നതിൻ്റെ ഇടയിൽ. ഇതൊന്നും ഒറിജിനൽ അല്ല കേട്ടോ, ഫുള്ള് പ്ലാസ്റ്റിക് ആണ്. പക്ഷെ അത്രയും അടിപൊളിയായിട്ട് ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട്. ലൈറ്റും പിന്നെ അവിടെ സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ പിന്നെ അധികം ഫുഡ് മിക്കാണ് പോയത്. ഇത് എന്താ പൊട്ടാറ്റോ ഫ്രൈയോ അതിന് വേറെന്തോ പേരുണ്ടോ. ഇത് കുഴപ്പമില്ലേനു. എന്നാലും ആ മസാലയൊന്നും എനിക്ക് അധികം ഇഷ്ടപ്പെട്ടില്ല. ഹൈമിൽ മല്ലിടുന്നതാണ് ഇത് കാണുന്നത്. നല്ല ചൂടുണ്ടായിരുന്നു. ഓൾക്കാ ചൂട് കിട്ടിയത്. പിന്നെ ഞങ്ങൾ അതിലൊക്കെ ഒന്ന് ഇങ്ങനെ നടന്നു. പിന്നെ അടുത്ത ഫുഡ് പാനിപൂരിൻ്റെ വേറെന്തോ സാധനം, എന്താ മസാലപ്പൂരിയോ അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ പേര്. കറക്റ്റ് ഞാൻ മറന്നുപോയി. എന്തൊക്കെ വലിയ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞങ്ങൾ ഭയങ്കര ഹൈപ്പ് കൊടുത്ത് വാങ്ങിയതാണ് ഷവർമ്മ പൂരി. 5 പൈസക്കില്ലേ. ഞാനും കഴിക്കരുത് കഴിച്ചു. ഒരു രസമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. ഒരുമാതിരി ചിക്കനും ഇല്ല പറ്റിച്ച്. പക്ഷെ വലുതൊക്കെ ഏനി, തൊള്ളയിലൊന്നും കൊള്ളണില്ലേനു. പിന്നെ വലുതെന്തോ സാധനം കോഴിമുട്ടേൻ്റെ എന്തോ ആണ്. പിന്നെ ഈ മക്രോണി പോലത്തെ ഇതും ഞങ്ങൾ ട്രൈ ചെയ്തു. ഇതും കുഴപ്പമില്ല, ഓക്കെ ആണ്. ചിക്കനൊക്കെ വെച്ചിട്ടൊരു സംഭവമായിരുന്നു. പിന്നെ ഞങ്ങളെ കണ്ണ് പെട്ട് ഉപ്പിലിട്ടതൊക്കെയാണ്. ഇത് പിന്നെ നമ്മൾ ആര് കണ്ടാലും വാങ്ങുമല്ലോ. അപ്പം ഒരു മാങ്ങ വാങ്ങി, അത് അടിപൊളിയായിരുന്നു. പിന്നെ ഐസ്ക്രീം വാങ്ങി. ഒക്കെ അവിടെയുള്ളതൊക്കെ ഒട്ടുമിക്ക സാധനങ്ങളും ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ഛന് കിട്ടാത്ത സങ്കടമാണ് നിങ്ങളെ കാണുന്നത്. പിന്നെ അതൊക്കെ വാങ്ങി തിന്നു. പിന്നെ ഞങ്ങൾ പോന്നു ഗൈസ്. അല്ലാതെ ഒന്നും കാണാനൊന്നും നിന്നില്ല. ഞങ്ങൾക്ക് ലാസ്റ്റ് ബസ് 8:15 എത്തിയിരുന്നു. അപ്പോൾ അതിൽ പോകുന്നില്ലെങ്കിൽ ഞങ്ങൾ പിന്നെ നടന്ന് പോകേണ്ടി വരും പാറ വരെ. പിന്നെ ഞങ്ങൾ പാറയിലെത്തി. ഫാരസിൽ കയറി. ഞങ്ങൾ മന്തി വാങ്ങി, മന്തി കഴിച്ചു. ഞങ്ങൾ വീട്ടിൽ പോയി ഗൈസ്. അപ്പോൾ ഓക്കെ, ബൈ.